പ്രേക്ഷകർക്ക് പുനർജനി ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് പുനർജനി ആസ്ട്രോളജി സെന്ററിൻ്റെ എല്ലാമായ ശ്രീമതി വത്സല ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ആദ്യമായ ഒരു ചോദ്യം, നമ്മളിപ്പോൾ ഹസ്തരേഖയിൽ എത്ര തരം കൈകളുണ്ട്? ഹസ്തരേഖയിൽ 7 തരം കൈകളുണ്ട്. അപ്പം 7 തരത്തിലുള്ള കൈകൾ ഹസ്തരേഖയിൽ ഉണ്ടാകുമ്പോൾ ഓരോ കൈക്കും ഓരോ സ്വഭാവമുണ്ട്. നമ്മളെ മുന്നിലിരിക്കുന്നവരുടെ ക്യാരക്ടർ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ കൈ ധാരാളം അറിയാവും. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ടോ അവർക്ക് ഭയങ്കര ജാടയാണ്, പക്ഷെ അവരുടെ ജാടയല്ല, അവരുടെ അഹങ്കാരമല്ല, അവരുടെ കൈയാണ്. അതിന് ശരിക്കും 7 തരത്തിലുള്ള കയ്യിൽ ഒരു കൈ ചട്ടുകമാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. ചട്ടുക കൈക്കാർ നമുക്ക് ജ്യോതിഷത്തിൽ ചൊവ്വയായിട്ട് താരതമ്യപ്പെടുത്തുക. അവർ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഈച്ച് ആൻഡ് എവറി ടൈം ദയർ വർക്ക്. അവരെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ മിക്കവാറും മിലിറ്ററി, നേവി, ആർമി ഈ ടൈപ്പ് അവർക്ക് അവരുടെ കാര്യങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് ആണ് മറ്റുള്ള അവരുടെ കാര്യങ്ങൾ. അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ ടൈമില്ല. ആരുടെ കാര്യങ്ങൾ അവർ ഇടപെടാറില്ല. അവരെപ്പോഴും ടോപ്പിലെത്തണം. എപ്പോഴും സ്വന്തം കാര്യം അവരുടെ പ്രൊഫഷനായിരുന്നാലും എന്തായാലും ടോപ്പിലെത്തണം. അവർക്കൊരു എയിമുണ്ട്. അതാണ് ചട്ടുകം. ചട്ടുകത്തിൻ്റെ ആകൃതി വിരലുകൾ കാണുമ്പോൾ ചട്ടുകാകത്തുള്ള കഴിവുള്ളവരാണ്. എഫിഷ്യൻസി നല്ല കഴിവാണ്. ചതുര കൈയാണെങ്കിൽ ചതുരമാണ്. വിരല് ചതുരമായിരിക്കും, കൈക്കകം ഉള്ള കൈ ചതുര ഹാർഡ് എപ്പോഴും വർക്ക് ചെയ്യും. ഭയങ്കര ആത്മാർത്ഥതയാണ്. ഈ ഏത് കൈ നമ്മൾ ഫേമസ് ആവണമെങ്കിൽ നമ്മുടെ കയ്യിൽ സൂര്യരേഖ വേണം. പിന്നെ അത് മാത്രമല്ല, ആദാം കൈകൊണ്ട് ക്രിമിനൽസിൻ്റെ കൈയാണ്. കൈ നോക്കാൻ വരുമ്പോൾ നോക്കിയിട്ടാണ് കൈയൊക്കെ പറഞ്ഞു കൊടുക്കുക. ക്രിമിനൽസിൻ്റെ വിരലാക്കൊന്നും ഒട്ടും നീളം കാണത്തില്ല. കൈപ്പടം വളരെ വലുതായിരിക്കും. നമ്മുടെ ഈ പെരുവിരൽ പേഴ്സണാലിറ്റിയാണ് കാണിക്കണം. പെരുവിരൽ വളരെ താന്നിരിക്കും. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഭാഗ്യരേഖ കാണത്തില്ല, മണ്ഡലങ്ങളൊന്നും തന്നെ പൊങ്ങിയിരിക്കത്തില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ മിക്കവാറും കൈ നോക്കാൻ വരുന്നവരുടെ ശിരോരേഖ, അവരുടെ വിരലുകൾ എല്ലാം നോക്കിയിട്ടാണ് ഞാൻ അവരുമായിട്ട് നന്നായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ആൾക്കാരും നല്ല വ്യക്തിത്വം ഉള്ളവരുടെ കൈ. പിന്നെ കൈ തന്നെ കൊണ്ടുവരുമ്പോൾ സാധാരണ നമ്മൾ ബുക്കുകളിൽ പഠിക്കുമ്പോൾ എല്ലാ വ്യക്തി നന്നായിട്ടുള്ള നല്ല സുന്ദരമായ കൈ ഒന്നുമല്ല. കയ്യിൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ എല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ടോ കുഴപ്പങ്ങളോ കാണാം. ആ കുഴപ്പമാണ് നമ്മളെ തെറ്റിക്കുന്നത് അവരെ. അത് നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരമെല്ലാം പറഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ കലാകാരന്മാരുടെ കൈയുണ്ട്. അതും ഇപ്പോൾ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോഫ്റ്റാണ് കലാകാരന്മാരുടെ കൈ. നല്ല നീളമുള്ള വിരല്, കൈപ്പടം വളരെ വലുതൊന്നുമല്ല, നല്ല ഇടുങ്ങിയതായിരിക്കും. അവർക്കും സൂര്യരേഖ നന്നായിട്ട് തന്നെ ഇരിക്കണം. സൂര്യരേഖ എനിക്ക് കുടത്തിനകത്തുള്ള വിളക്ക് കണക്കിരിക്കും. അപ്പോൾ എല്ലാത്തിനും ആധാരം നമ്മുടെ സൂര്യരേഖയാണ്. കൈ തന്നെ ഡിഫറെൻറ്റ് പല തരത്തിലുണ്ടെന്നുള്ള ആത്മീയ കൈയുണ്ട്. ആത്മീയത ഉള്ളവരുടെ കൈ. ആത്മീയ കൈ നമുക്ക് അവരുടെ നഖം ബദാം പരിപ്പിൻ്റെ പോലെ ഗ്ലേസിങ് ആയിരിക്കും. അതാണ് മെയിനായിട്ടൊന്ന് നോക്കണം. വിരലുകൾ വളരെ നേർത്ത് നല്ല നീളമായിരിക്കും. കട്ടിയൊന്നും കാണത്തില്ല. അതേപോലെ തന്നെ കൈപ്പടവും വളരെ തിക്കില്ലാതെ, അത് നോർത്ത് ഇന്ത്യൻസിലാണ് കൂടുതൽ കാണുന്നത്. കേരളത്തിൽ ഇല്ലാതെ ഇല്ല 5%, പക്ഷേ കൂടുതൽ കാണുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നൊരു കൈയുണ്ട്, മിക്സഡ് ഹാൻഡ്സ്. മിക്സഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വിരലും ഓരോ ഷേപ്പായിരിക്കും. ആ മിക്സഡ് ഹാൻഡുകാർക്ക് അവരുടെ കാര്യം നോക്കാൻ സമയമില്ല. മറ്റുള്ളവർക്ക് എല്ലാം ഹെൽപ്പിങ്ങാണ്. അവർ സ്വന്തം കാര്യം നോക്കത്തില്ല. അതാണ് മിക്സഡ് ഹാൻഡ്സ്. നമുക്ക് കൈ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും വ്യക്തിത്വം, അവരുടെ അറിവ്, അവർക്ക് മറ്റുള്ളവരുടെ എങ്ങനെയാണ് സ്നേഹം, ഇതെല്ലാം നമുക്ക് ഒരുപാട് മനസ്സിലാക്കാം. അവരുടെ ക്യാരക്ടറാണ് അവരുടെ കൈ എന്ന് പറയുന്നത്. നമുക്ക് ചിലവർക്കാണെങ്കിൽ ചതുരക്കൈ മൊത്തം ചതുരമാണ്. മിക്കവാറും നല്ല നല്ല ഫീൽഡിൽ ഇരിക്കുന്നവർക്ക് ചതുരക്കൈയാണെങ്കിൽ അവർ എപ്പോഴും വർക്കിംഗാണ്. ഓഫീസിൽ 9 മണിക്ക് പോകുമ്പോഴേക്കും 7 മണിക്ക് വന്നിരിക്കും ചതുരക്കൈക്കാർ. ചില ഡോക്ടേഴ്സൊക്കെ അങ്ങനെ പേഷ്യൻസിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ട് മുഴുകിയിരിക്കുന്നത്. പക്ഷേ സൂര്യരേഖയും മണ്ഡലവും കൂടെ പോയാലിരിക്കുമ്പോൾ എല്ലാവരും ആ ഡോക്ടർ അവർ നല്ലതാ. കാരണം ആ ആത്മാർത്ഥതയാണ്. അത് നമുക്ക് കൈ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടീച്ചേഴ്സിലും ഉണ്ട് അതുപോലെ. നമുക്ക് ഏത് രേഖയാണെങ്കിൽ നമ്മൾ സൂര്യരേഖ വരുന്ന മാത്രമേ അതിൻ്റെ ഒരു സൂര്യരേഖയ്ക്കാണ് പ്രാധാന്യം. നല്ല തിക്കായിട്ടുള്ളൊരു സൂര്യരേഖ ഉണ്ടെങ്കിൽ
നല്ല പ്രശസ്തിയിലോട്ട് തന്നെ. പക്ഷെ സൂര്യരേഖയ്ക്ക് വെട്ട്, പാരാസ്, വെട്ട്, അത് കാപ്പപ്പുള്ളി, കണ്ണിൻ്റെ അടയാളം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവർ എത്ര നല്ല എഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവരുടെ ആ എഫിഷ്യൻസിക്ക് തക്കതായിട്ട് അവർക്ക് ഫലം കിട്ടാറുണ്ട്. ഈ കാര്യമാണ് നമുക്ക് അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും നമുക്ക് ഈ ഹസ്തരേഖയിലൂടെ ഒരാളുടെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും. അത് എത്രത്തോളം സത്യമാണ്? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ഗുഡ് ക്യാരക്ടറൊക്കെ ആയിരിക്കും, പക്ഷെ നദിയിൽ കിടന്ന് 2 കൈവിട്ട് അടിച്ചിട്ട് ഒന്നും എത്തുന്നില്ല. അത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ആ മുൻജന്മ കർമ്മഫലം, അതാണ് ഞാൻ മീൻ ചെയ്യണം. മുൻജന്മ ജാതകം കൂടെ നോക്കുമ്പോൾ, ഗ്രഹങ്ങളോട് നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മുൻജന്മ കർമ്മഫലം നോക്കുന്നു. അവർ നല്ല വ്യക്തികളാണ്, എത്ര തൊഴിലാളെ അവിടെ മറികടക്കില്ല. അതിന് പല കാരണങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രധാന കാരണമാണ് ചേച്ചി പറയുന്നത് മുൻജന്മ കർമ്മഫലം തന്നെയാണ്. നമ്മൾ കൈ നോക്കുമ്പോൾ നന്നായിട്ട് ഹൃദയരേഖ, ബുദ്ധിരേഖ, ആയുർരേഖ, ഇതിലെല്ലാം വരുന്ന ബ്രൗണിഷ് നിറം. സൂര്യരേഖ നല്ല രസമാണ്, കാണുമ്പോൾ തന്നെ അറിയാം ഇവരുടെ എന്തൊക്കെയാണ് പണിത്, എങ്ങനെയൊക്കെയാണ് പൈസ നഷ്ടപ്പെടുക, ലക്ഷമാണ് നഷ്ടപ്പെട്ടിട്ട് വരണം. സൂര്യരേഖ ഇപ്പം മങ്ങനെ ഹൃദയരേഖയുടെ അവിടെ ബ്രൗണിഷായിട്ട് അത്രത്തോളം അനുഭവിച്ചിട്ട് അവിടെ ഏത് കൈയിലുള്ളതാണ്, ഏത് കൈയായാലും അത് ഹാർഡ് വർക്കിംഗ്. പക്ഷേ അത് ആദാം കൈ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെല്ലാം മോട്ടർ ക്രിമിനൽസിൻ്റെത്. ബാക്കി എല്ലാം അവർ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന കൈകൾ തന്നെയാണ്. പക്ഷെ ഓരോരുത്തരും ഓരോ രീതി കണ്ടുപിടുത്തങ്ങൾ, ചട്ടുക കണ്ടുപിടുത്തമാണ് കൂടുതൽ. ഇന്ന് ഈ ലോകത്തെ എന്തെല്ലാം സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം ചട്ടുക കൈയാണ്. അമേരിക്ക കണ്ടുപിടിച്ചത്, പിന്നെ ആറ്റം ബോംബ്, പിന്നെ അന്റാർട്ടിക്ക, എല്ലാം കണ്ടുപിടിച്ചത് ചട്ടുക കൈക്കാരാണ്. വാസ്കോഡി ഗാമ 1498 കാപ്പാട് വന്നിറങ്ങി, ഒറ്റയ്ക്ക് ഇറങ്ങി വന്നത് ഒരു പായ് കപ്പലിൽ. അതാണ് ആ ചട്ടുക കൈക്കാരുടെ പ്രത്യേകത. അതാണ് ചട്ടുക കൈ. ഒറ്റയ്ക്ക് പോകും, അതിൽ ഭാര്യ മക്കൾ അവിടെ ഉണ്ടാക്കാൻ ഇതാണ് നോക്കത്തേ ഇല്ല. അവർക്ക് ഒറ്റ എയിം വേണം, അവർ കണ്ടുപിടിക്കുക, അവർ ഫേമസ് ആവണം. അതാണ് ചട്ടുക കൈക്കാരുടെ പ്രത്യേകത. പോലീസിലും ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും ഒക്കെ ഉള്ളവരുടെ കൈ നോക്കുമ്പോൾ ചട്ടുക കൈ തന്നെയാണ്. പിന്നെ അവർ ഫേമസ് ആവുന്നത് ഓരോ മണ്ഡലങ്ങളിൽ സ്റ്റാർ, അത് ഇതൊക്കെ വരുമ്പോഴാണ് അവർ ഫേമസ് ആവുന്നത്. അവിടെയും ഉണ്ട് നല്ലവണ്ണം വർക്ക് ചെയ്യുമ്പോൾ സൂര്യരേഖയിൽ കാപ്പപ്പുള്ളി, അതൊക്കെ നമുക്ക് അവിടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ കൈ വെച്ച് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഈ ഹസ്തരേഖ എന്ന് പറയുന്നത് തന്നെ ഒരു വിശാലമായ പഠനത്തിനുള്ളൊരു ഹസ്തരേഖ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല റിസർച്ച് എടുക്കാനുള്ള കാര്യങ്ങളതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹസ്തരേഖ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴത്തേക്കും സത്യമായിട്ട് തൊഴുതിട്ട് പോണവരുണ്ട്. ഇവിടെ കറക്റ്റാണ് അത്. അവരുടെ കാര്യം നമ്മൾ ആരോടും ചോദിക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് രഹസ്യം മുതലല്ല, രഹസ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹസ്തരേഖ. 95% കറക്റ്റാണ്. 5% ഭഗവാന് വിട്ടുകൊടുക്കാം. അത് ഭഗവാന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലൊന്നുമല്ല. ഭഗവാൻ പറയുന്നു, നമ്മൾ പറയിക്കും. ഭഗവാൻ നമുക്ക് സഹായിക്കുന്നു, നമ്മൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഇത്രത്തോളം അറിവ് പകർന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദി. ഇനി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണുന്നു. നമസ്കാരം. വളരെ